അവന്റെ പാട്ടും കൂത്തും പ്രേമമൊക്കെ അസലായിട്ട് നടക്കുന്നുണ്ട്. ഇനി ഒരൊറ്റ ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. നാളെയല്ലേ രജിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത്. വാക്ക് പറഞ്ഞ സ്ഥിതിക്ക് നാളെ തന്നെ നമ്മൾ ഒഴിഞ്ഞു പോകണ്ടേ? ചന്ദ്രപ്പൻ കൊടുത്ത വാക്കല്ലേ, എന്തെങ്കിലും വഴി അവൻ കണ്ടിട്ടുണ്ടാവും. ചന്ദ്രപ്പൻ ഇനി വരില്ല. അവൻ അവരുടെ കൂടെ കൂടി ഈ ചേരി ഒഴിപ്പിക്കാനുള്ള തന്ത്രമായിരുന്നു ഈ കാണിച്ചതൊക്കെ. ഇല്ലാത്ത പറഞ്ഞാലുണ്ടല്ലോ. എന്താ പറഞ്ഞാല്? ചന്ദ്രപ്പൻ ചതിയനാ, ചതിയൻ. എന്താണ് നീ അവന്റെ വാക്കാലത്ത് പിടിക്കുന്നത്? എന്താ നിനക്കോ അമ്മലും തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നേട്ടാ എല്ലാം കൺമുമ്പിൽ കണ്ടിട്ടും ഒന്നും മിണ്ടായിരിക്കാൻ ഞാൻ പൊട്ടണമല്ല. എവിടെ നിന്നും ഒരു കാശുകാരൻ തന്തേ കിട്ടിയ ശേഷം അവൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണുണ്ടോ? ഒരു പണക്കാരന്റെ രക്തം അവന്റെ ശരീരത്തിൽ ഓടുന്നു. ആ സ്വഭാവം കാണിക്കാതിരിക്കില്ല. എന്തായാലും എല്ലാരും ഇവിടുന്ന് കെട്ടിയിട്ടുണ്ട് വരുമെന്ന് ഉറപ്പാ. അതിനു മുമ്പ് എനിക്ക് അവനൊന്ന് കാണണം. എന്താ കക്കൂസി പോവാ. കരണനോ? വായിരിക്ക്. കുടിക്കാൻ എന്താ, ചായയോ കാപ്പിയോ? വലിയ മുതലാളി സ്റ്റൈലും കണ്ട് സർക്കാരെ സ്വീകരിക്കാനൊന്നും വന്നതല്ലേ ഞാൻ കുറച്ച് ദിവസം ആ പാവങ്ങളോടൊത്ത് ജീവിച്ചുള്ളെങ്കിലും ഒരല്പം കൂറ് എനിക്ക് അവരോട് തോന്നുന്നുണ്ട്. 100 കുടുംബങ്ങള് നിന്നെ വിശ്വസിച്ച് അവിടെ കാത്തിരിക്കുക. ഒറ്റ ദിവസം കൊണ്ട് പുതിയൊരു തന്തയും അയാളെ ഒരേ കാശും വേർത്തെ പ്രേമവും കാമവും എല്ലാം കൂടി ആയപ്പോ നിന്റെ പഴയ ചരിത്രമൊക്കെ മറന്നുല്ലേ? ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. നീ ഒന്നും പറയണ്ട. നിന്നെ ഈ നിമിഷം തൂക്കിയെടുത്ത് അവരുടെ മുന്നിൽ വലിച്ചെറിയാൻ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടൊന്നും പ്രശ്നം തീരില്ലെന്ന് കരുതിട്ടാ. മനുഷ്യത്വം വേണം, മനുഷ്യത്വം. നിക്ക്. പഠിച്ചു വെച്ച പോലെ കുറെ ഡയലോഗുകൾ വെച്ച് കാച്ചല്ലോ, അതിനുള്ള മറുപടി കൂടെ കേട്ടിട്ട് പോ. 1 മിനിറ്റ്. വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവനാണ് ഞാനെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? നാളത്തെ രജിസ്ട്രേഷനുള്ള കാശ. പക്ഷെ ഇനിയും വേണം 2,30,000 രൂപ. ആ ടെൻഷനില്ല ഞാനിപ്പോ. എന്താ നേരത്തെ പറഞ്ഞത്? ഒരു കാശുകാരൻ തന്തയെ കണ്ടപ്പോ ഞാൻ എന്നെ മറന്നെന്നോ? അറിയോ നിങ്ങൾക്ക്? അന്ന് കക്കാൻ കയറിയത് ഒരു പെരുങ്കള്ളന്റെ ഈ വീട്ടിലാ. എല്ലാവരും അറിഞ്ഞ് പിടിക്കപ്പെടുമെന്നായപ്പോ രക്ഷപ്പെടാൻ കണ്ടുപിടിച്ച ഒരു അടവാ ഈ തന്തേ മോനും കളി. കാണണോ തന്തേ? അയ്യോ, ആരെയും കാണിക്കുന്നില്ല. കണ്ടേ പറ്റൂ. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഇങ്ങോട്ട് വന്നേ. വരില്ല എന്ന് പറഞ്ഞില്ലേ? എനിക്ക് സത്യം തെളിയിക്കണം. തന്റെ സത്യം തെളിയുമ്പോഴേക്ക് എന്റെ കള്ളം പൊളിയും. ഒന്നും പൊളിയത്തില്ല. ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഇതാണ് എന്റെ തന്ത. ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ. കോപ്പിൽ ഒരു എടുത്ത് ദൂരെ കളാം. മോനെ കരണ, മോനെ, നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? ഒരു ചെറിയ ബന്ധമുണ്ട്. എന്റെ അച്ഛനാ. ഇത് എന്നെ പോലെ ബംഗ്ലാദേശ് വെടിവെപ്പ് കാലത്ത് ഒളിവിൽ കഴിഞ്ഞപ്പോഴുണ്ടായതാണോ? അല്ല, ഒറിജിനലായിട്ട് അവന്റെ തള്ളയുടെ കൂടെ കഴിഞ്ഞപ്പോ ഒരു വെള്ളപ്പൊക്കത്തിലുണ്ടായി പോയതാ. നന്നേ ചെറുപ്പത്തിലേ ഞാൻ എന്റെ കുലത്തൊഴിൽ ഇവനെ പഠിപ്പിക്കാൻ ശ്രമിച്ചതാ. ടാലന്റ് ഇല്ല. അന്നേ ഇവന് ടേസ്റ്റ് ആക്ഷനോടാ. ഞാൻ തടഞ്ഞില്ല. തമ്മിൽ ഒരു തൊഴിൽ പ്രശ്നം ഉണ്ടായപ്പോ ഒന്ന് ഇടഞ്ഞു പിരിഞ്ഞു. മകനെ, നമുക്ക് വീണ്ടും ഒന്നിക്കാൻ സമയമായടാ. വേണ്ട, ഞാനില്ല. എന്റെ തന്തയായോണ്ട് പറയല്ല. എന്താ? ഈ മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളില്ല. പേരും കള്ളനാ. ഇവൻ പറഞ്ഞ ശരിയാ. ഇവനെ പോറ്റാൻ വേണ്ടിയാണ് ഞാൻ പെരുങ്കള്ളനായത്. തമ്മിലടിച്ച് അല്പകാലം പിരിഞ്ഞിരുന്നു എന്ന് കരുതി എനിക്ക് നിന്നോട് സ്നേഹമില്ലാന്ന് ധരിക്കരുത്. നിന്നെ ഇവിടെ വരുത്തിയതും ഒരു വലിയ വീട്ടിലെ പെണ്ണിനെ കൊണ്ട് നിന്നെ കെട്ടിച്ചതും എന്റെ ബുദ്ധിയാണ്. എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു മോനെ. സെന്റിമെന്റ്സ് ഒന്നും ഏക്കൂലെന്ന് പണ്ടേ അറിഞ്ഞൂടെ? അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. പള്ളി പോയി നിന്റെ അപ്പനോട് പറയണം. പഴം പുരാണം പറഞ്ഞു വെക്കാൻ ഇനി നേരമില്ല. തന്തയും പോലും തമ്മിലുള്ള വഴക്ക് ഇപ്പൊ ഇവിടെ അവസാനിപ്പിക്കണം. ഷേക്കാൻ്റെ കൊടുക്കാൻ. കേണൽ രാമൻകുട്ടിയേട്ടാ, കാരണം ഇനി നമ്മളോടൊപ്പം ഉണ്ടാവും എല്ലാ കാര്യത്തിലും. ഈ സാധനം ഏതാ? നീ തെറ്റിദ്ധരിക്കരുത്. ആ സാധനം അല്ല ഇത്. തൊഴിൽപരമായി എന്റെ ഒരു പാർട്ണർ മാത്രമാണ്. ഏത് നിമിഷവും ഞാൻ പിരിച്ചു വിട്ടോളാം മോനെ. എനിക്ക് വിശ്വസിക്കാവോ? തീർച്ചയായിട്ടും വിശ്വസിക്കാം. ഈ കാര്യത്തിൽ ചേട്ടൻ കള്ളത്തരം കാണിക്കില്ല. നമുക്ക് എല്ലാവർക്കും ഇനി ഒത്തൊരുമിച്ച് നിന്ന് നാളത്തെ രജിസ്ട്രേഷൻ എങ്ങനെയെങ്കിലും നടത്തണം. അത് മറക്കരുത്. ഒന്നും മറന്നിട്ടില്ല. ഇവിടെ ഡാഡി ഒന്നുകൂടി കളിക്കണം. എനിക്ക് പണ്ടേ സ്പോർട്സിൽ താല്പര്യമില്ല. എങ്കിലും പറ. ഡാഡി ഇപ്പൊ തന്നെ കേണലിന്റെ വീട്ടിൽ പോണം. എന്നിട്ട് എനിക്ക് വേണ്ടി ചന്ദ്രപ്പനെ കല്യാണം ആലോചിക്കണം. സ്ത്രീധനമായിട്ട് ആ ചേരി കൊടുക്കാന്ന് പറയണം. എന്നിട്ട് ഉപദേശിക്കണം, അവനവന് സ്വന്തമാകാൻ പോണ സ്വത്ത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യരുതെന്ന്. ഇവളെ എന്റെ മോള് തന്നെ ആണോ? എന്താ? അല്ല, ഇത്രയും വക്രബുദ്ധി എന്റെ അച്ഛൻ അപ്പുമാർക്ക് പോലും ഇല്ലായിരുന്നു. മോളെ, അച്ഛനെ അനുഗ്രഹിച്ചോ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അപ്പൊ ആകെ മൊത്തം 47,70,000 രൂപ. ഓ, നമ്മൾ ഈ കക്കാൻ പഠിച്ചില്ലെങ്കിൽ തെണ്ടിപ്പോയനല്ലേ. 500ന്റെ 70 ബണ്ടൽ. ഓ, ഇത്രയും കാശ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക.
ബാക്കി കാശിന് എന്ത് ചെയ്യും? ഇനി ആകെ ഉള്ളത് ഈ രാത്രി കൂടിയാ. ഈ കോളനിയിൽ ഇനി കക്കാൻ കയറുന്നത് അപകടമാണ്. പോയ കള്ളപ്പണത്തിന്റെ കാര്യം പുറത്തു പറഞ്ഞാൽ പുലിവാലാകുമല്ലോ എന്ന് കരുതിയാ പലരും മിണ്ടാതിരിക്കുന്നു. ഇനി അരിച്ചു പെറുക്കിയാൽ പോലും ഈ പരിസരത്തൊന്നും ഒരു ദമ്പടി കിട്ടില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഇനി നോട്ടെണ്ണലൊക്കെ കാപ്പ് കുടിച്ചിട്ടാവാം. തൊടല്ലേ ചിലപ്പോ ഇതില് ഇവൾ മയക്ക് പൊടിയിട്ടുണ്ടാവും. ഇത്രയും കാശ് ഒരുമിച്ചിരിക്കുന്ന കണ്ടപ്പം മുതൽ ഇവള് കാപ്പി കുടിപ്പീര് തുടങ്ങിയതാ. കൊണ്ടുപോടിയാത്ത ഇനി എന്ത് ചെയ്യാനാ പരിപാടി? ഇത് മുഴുവൻ ഞാൻ കുടിച്ചോളാം. ഇതിന്റെ കാര്യമല്ല പറഞ്ഞത്, ബാക്കി കാശിന്റെ കാര്യ. വീണ്ടും മോട്ടിക്കണം. എവിടുന്ന്? അതാലോചിക്കണം. ഒരു സ്വർണ്ണക്കടയെന്നായാലോ? ഏത് സ്വർണ്ണക്കടക്കാരനോടാ നിനക്ക് ഇത്ര വിരോധം? അതൊന്നും അല്ല. ആ. അവിടെ കേറിയ ഒന്നീ സ്വർണം അല്ലെ കാശ്, ഏതെങ്കിലും ഒന്നുറപ്പാ. ഇവളീ പറഞ്ഞത് കാര്യമുണ്ട്. ഈ സിറ്റിയിലെ ഏറ്റവും വലിയ സ്വർണ്ണക്കട ഏതാ? പോവാണോ? ലക്കനോ? നീ മരുന്നുണ്ടോ? കവിളിരുന്ന കുരു എങ്ങനെ മൂക്കിലായി? അതൊക്കെ പോട്ടെ, ഞാനും വരാം. ഇന്നേ വരെ കട്ട മുതലൊക്കെ വാങ്ങി മറച്ചു വെച്ച ശീലം എനിക്കുള്ളൂ. വലിയ മോഷണത്തിനൊന്നും പോയിട്ടില്ല. എക്സ്പീരിയൻസ് ഇത്തിരി കുറവാ. ഒരു നല്ല കാര്യത്തിനല്ലേ, ഞാനും വരാ കൂടെ. എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. കാല് വരരുത്. ഇത് ചന്തയിലേക്കല്ല ഇത്രയും പേര് ഒന്നിച്ചു പോവാൻ. അവനും വരട്ടെ എന്ന്. എന്റെ കാലശേഷം നീയോ ഇല്ല. ഇവനെങ്കിലും ഒരു നല്ല കള്ളനായിട്ട് വളരട്ടെ. അപ്പൊ ഈ രൂപ? ആ ശരി, അതിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, ചേട്ടൻ കാശ് മാറ്റി ഇവിടെ ഇരിക്കും, ഞങ്ങൾ പോയിട്ട് വരാം. അത് ആ ശരി. അത് വേണ്ട, എനിക്കത്ര വിശ്വാസമല്ല. എടാ മോനെ. ഒരു പടനായകൻ ഇല്ലാതെ ഈ മോഷണപ്പട ആര് നയിക്കും? ഒരു കാര്യം ചെയ്യും, കാരണം കാശ് മാറ്റി ഇവിടെ ഇരിക്കും. ഇതുപോലുള്ള മുതലിന് കാവൽ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ ഇതും താങ്ങി പിടിച്ച് പോകാൻ പറ്റുവാടാ? ഒന്നും വേണ്ട, ചന്ദ്രപ്പം പണവുമായിട്ട് ഇവിടെ ഇരിക്കട്ടെ. അല്ല, ഞാനും കൂടെ. തർക്കിച്ച് നിൽക്കാൻ നേരമില്ല. നേരം പുലരാറായി. ഞങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടായാലും നാളെ നീ രജിസ്ട്രേഷൻ നടത്തണം. അതാണ് നമ്മുടെ ഏക ലക്ഷ്യം. എന്ത് പറ്റിയേട്ടാ? വെള്ളം വെള്ളം ഭയങ്കര വെള്ളം. രാമൻകുട്ടി ചേട്ടോ, ഇത് മുറിയുന്നില്ലല്ലോ. ആമത്താഴാണെന്ന് തോന്നുന്നു. ആമത്താഴല്ലത്, കോഴിത്താഴ. കേറിക്കോ. ഓക്കെക്കോ, നമുക്ക് ഒരുമിച്ച് ടോർച്ച് അടിക്കടാ. ഇതിന്റെ അകത്ത് ബാറ്ററി ഇല്ല. ബൾബില്ലേ? പേടിയുണ്ടോ? പേടിയേ. തീപ്പെട്ടിയുണ്ടോ? തീപ്പെട്ടിയാ? ഇതെന്താണ്? മുഖത്തടിക്കാടാ കഴിഞ്ഞ. മോത്താടാ. നായർ, പഴയ കൽക്കട്ട യാത്രയൊക്കെ സുഖമായിരുന്നു? പരമസുഖമായിരുന്നു. ഞങ്ങൾ കീഴടങ്ങിയിരിക്കുന്നു. മോഷണ ശ്രമം, ഒരു 3 വർഷം തടവ്, അത്രയല്ലേ ഉള്ളൂ. ഞാൻ വിക്രമൻ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ല.